BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മലപ്പുറം പാർട്ടി എന്ന വിളിപ്പേരിന് പുറത്തേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി കടന്നുകയറുന്ന കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത്. UDFിലെ പ്രബല കക്ഷി മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ CPMനും കോൺഗ്രസിനും പിന്നിൽ മൂന്നാമത്തെ രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ ലീഗ് വളർച്ച നേടുമ്പോൾ അത് അടിത്തട്ടിൽ സംഘടനാ സംവിധാനം ശക്തമാക്കിക്കൊണ്ട് തന്നെയാണ്. UDFിൽ കോൺഗ്രസിന്റെ ബലം ലീഗ് തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. വെൽഫെയർ പാർട്ടി, SDPI, PDP, INL തുടങ്ങിയ മുസ്ലിം രാഷ്ട്രീയത്തിൽ ഇടം നേടുന്ന പാർട്ടികളുടെ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിനും ലീഗിന് കഴിഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2748 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തിൽ 300 അംഗങ്ങൾ, 51 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, കോർപ്പറേഷനുകളിൽ 34, മുനിസിപ്പാലിറ്റികൾ 568 അംഗങ്ങളെയാണ് ലീഗിന് വിജയിപ്പിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 865 പേരെയാണ് കൂടുതലായി ഇക്കുറി ലീഗിന് വിജയിപ്പിക്കാനായത്. മലപ്പുറം എന്ന കോട്ടകാത്ത ലീഗ് കാസർഗോഡും കോഴിക്കോടും വയനാടും കോട്ടയത്ത് വരെയും സ്വാധീനം അരക്കെട്ടുറപ്പിച്ചു. പാലക്കാടും നഗര ഗ്രാമ മേഖലകളിൽ ലീഗ് കരുത്ത് കാട്ടി. തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ലീഗ് ചരിത്ര വിജയം സ്വന്തമാക്കിയതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. UDFിന്റെ കെട്ടുറപ്പും കോൺഗ്രസ് നൽകിയ പിന്തുണയും ഈ മേഖലയിൽ ലീഗിന് തുണയായി മാറി. BJP ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാനായി മെനഞ്ഞ തന്ത്രമെന്ന പേരിൽ CPM സ്വീകരിച്ച മൃദു ഹിന്ദുത്വ നിലപാടും ലീഗിന്റെ വളർച്ചയ്ക്ക് സഹായകമായി എന്ന് തന്നെ പറയാം. BJP കൈവരിക്കുന്ന വളർച്ചയും മുസ്ലിം വിഭാഗത്തെ ലീഗിലേക്ക് എത്തിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗ് സ്വാധീന ശക്തിയായി മാറുമ്പോൾ അത് അവരുടെ വിലപേശൽ ശേഷിയും വർദ്ധിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയ്ക്ക് പുറത്ത് ചില സീറ്റുകൾ ലീഗിന് താൽപ്പര്യമുണ്ട്. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ മലപ്പുറം പാർട്ടി എന്നതിൽ നിന്ന് മാറി സംസ്ഥാന പാർട്ടിയാകാനുള്ള ലീഗിന്റെ ശ്രമം മുന്നണി നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒന്നാണ്. എന്തായാലും ലീഗിന്റെ കരുത്ത് UDFിന്റെ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ അത് CPMനും LDFനും വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ലീഗിന്റെ പരാജയം UDFിനെ തകർക്കുമെന്ന് CPMന് നന്നായി അറിയാം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന മുസ്ലിം ലീഗും UDFും LDFിനെ പ്രതിരോധത്തിൽ ആക്കുക തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ മലബാർ മേഖലയ്ക്ക് പുറത്ത് കോട്ടയം, ഇടുക്കി ഉൾപ്പെടെ ഇനി സംഘടനാ സംവിധാനം കൂടി ശക്തമാക്കാനാണ് ലീഗ് തയ്യാറെടുക്കുന്നത്. ലീഗ് പ്രകടിപ്പിക്കുന്ന പോരാട്ട വീര്യമാണ് മുന്നണിയുടെ കരുത്തെന്ന് UDFിനെ നയിക്കുന്ന കോൺഗ്രസിന് നന്നേ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ കരുത്തിനെ ബഹുമാനിച്ച് ശക്തിയെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന തന്ത്രമാകും കോൺഗ്രസ് വരും കാലങ്ങളിൽ സ്വീകരിക്കുക. ലീഗാകട്ടെ മതനിരപേക്ഷത മുറുകെ പിടിച്ചുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയായി മാറുക എന്ന ലക്ഷ്യത്തിനാണ് ഊന്നൽ നൽകുന്നതും. മലബാർ എന്ന പച്ചക്കോട്ട കാക്കുന്നതിനൊപ്പം തന്നെ മറ്റിടങ്ങളിൽ പച്ചക്കൊടി വീശുകയും ചെയ്താൽ മാത്രമേ UDF മുന്നേറ്റം സാധ്യമാകൂ എന്ന വിശ്വാസത്തോടെയാണ് ലീഗിന്റെ പ്രവർത്തനങ്ങൾ. കൃത്യസമയത്ത് വിലപേശൽ എന്ന തന്ത്രമാകും ലീഗിനെ സ്വീകരിക്കുക എന്ന കാര്യവും ഉറപ്പു തന്നെയാണ്. ലീഗിന്റെ തോളിലേറ്റിയുള്ള വിജയമാകണം UDF സ്വന്തമാക്കുകയെന്ന ആഗ്രഹമാണ് ലീഗ് നേതൃത്വത്തിനും അണികൾക്കുമുള്ളത്. അതിനാൽ തന്നെ ഒറ്റക്കെട്ടായി കൈമൈ മറന്നുകൊണ്ട് സർവ്വശക്തിയും സമാഹരിച്ചുകൊണ്ട് UDFിനെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലീഗിന്റെ പ്രവർത്തനമെല്ലാം തന്നെ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.